വിവോയുടെ V30 സീരീസിൽ കിടിലൻ ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടിയിരുന്നത്. പ്രത്യേകിച്ചും വിവോ V30 Pro. അതായത് വിവോയുടെ X സീരീസിന്റെ ക്യാമറ പെർഫോമൻസിനെ തൊടുന്ന തരത്തിലുള്ള ക്യാമറ പെർഫോമൻസ് ആണ് ആ ഒരു ഫോണിൽ കിട്ടിയത്. അതിനുള്ള പ്രധാന കാരണമായിരുന്നു വിവോ V30 Proയിൽ വന്ന സയസിന്റെ കൊളാബറേഷൻ. ഇത്തവണ നോൺ പ്രോ വേരിയന്റ് ആയ ഈ V40യിലും സയസുമായുള്ള കൊളാബറേഷൻ വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ച ഒരു അപ്ഗ്രേഡ് നമ്മുടെ V40 Proയിലും വന്നിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് ഫോൺസിൽ നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് അത് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഏതാണ് നോക്കേണ്ടത്? V40 Pro നോക്കാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ, TPU കേസ്, ഡോക്യുമെന്റ്സ്, ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. ഇത്തവണ വന്നിരിക്കുന്ന വിവോ V40 Proയിന് ദാ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയെടുക്കാം. കാരണം ഇത് IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് ദാ ഇങ്ങനെ താഴെ ഇട്ടാലും സേഫ് ആയിരിക്കും. കാരണം V40 Pro ഡ്രോപ്പ് റെസിസ്റ്റന്റ് ആണ്. അതായത് ഇതിന്റെ കോർണേഴ്സിൽ റീഇൻഫോഴ്സ്ഡ് അലൂമിനിയം കൊടുത്തിട്ടുണ്ട്. പ്ലസ് മെയിൻ ക്യാമറ മോഡലിന് ചുറ്റും മെറ്റൽ റിംഗും വരുന്നുണ്ട്. ഈ ഡ്രോപ്പ് റെസിസ്റ്റന്റ് ഫീച്ചർ ഒക്കെ തരുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ടേബിളിൽ നിന്ന് അറിയാതെ താഴെ വീണ് പോയാൽ സേഫ് ആയിരിക്കാൻ വേണ്ടിയാണ്. വെറുതെ താഴെ ഇട്ട് അല്ലെങ്കിൽ എറിഞ്ഞ് കളിക്കരുത്. ഓക്കെ, നിങ്ങളുടെ കാശ് പോവും. കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയാലും അതിനു വേണ്ടിയുള്ള പരിഹാരം ഞാൻ വീഡിയോയിൽ അവസാനം പറയുന്നുണ്ട്. സോ അവസാനം വരെ കാണുക. ഈ കാണുന്ന കളറാണ് V40 സീരീസിന്റെ മെയിൻ കളർ ഓപ്ഷൻ. ഇതിന്റെ ഗ്ലാസ് ബാക്കിലൂടെ ഗംഗാ നദി ഒഴുകി പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് വിവോ പറയുന്നത്. പിന്നെ വലിയ ഓവൽ ഷേപ്പിലുള്ള ക്യാമറ മോഡലുണ്ട്. ഇനി നിങ്ങൾക്ക് സിമ്പിൾ ഡാർക്ക് കളർ ഓപ്ഷൻ മതിയെങ്കിൽ ഈ ടൈറ്റാനിയം ഗ്രേ വേരിയന്റ് നോക്കാം. പിന്നെ കണ്ടില്ലേ, സ്ലിം ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. എന്നിട്ടും വിവോന് ഈ ഒരു ഫോണിൽ 5500 mAh വലിയ ബാറ്ററി ഇട്ട് തരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗുഡ് ജോബ്. അതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഒരു ഇഷ്യൂ ഇല്ല. ബോക്സിൽ 80 വാട്ടിന് ചാർജറും വരുന്നുണ്ട്. സിം ട്രേ, യെസ്, 2 നാനോ സിം ഇടാൻ പറ്റും. സോ ഇത്തവണയും ദാ കണ്ടില്ലേ, കർവ്ഡ് ആമുലേറ്റ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഹൗസ് ഓഫ് ദ ഡ്രാഗൺ എന്ന TV സീരീസിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഈ ഒരു ഫോണിലാണ് കണ്ടത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കളേഴ്സ് ആണെങ്കിലും കോൺട്രാസ്റ്റ് ആണെങ്കിലും ഡീപ് ബ്ലാക്സ് ഒക്കെ നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. പ്ലസ് നമുക്ക് യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും HDR വീഡിയോസ് പ്ലേ ചെയ്യാം. കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് ഒക്കെ നല്ല മിനിമം ആണ്. ഈവൻ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇത്തവണ തന്നിരിക്കുന്നത്. സോ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും പുറത്ത് നല്ല വെയിലുണ്ടെങ്കിലും ഡിസ്പ്ലേ ക്ലിയർ ആണ്, നോ ഇഷ്യൂസ്. നല്ലോണം വർക്ക് ചെയ്യുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നുണ്ട്. എന്നാൽ എന്നെ ഞെട്ടിച്ചത് ഈ ഫോണിന്റെ പെർഫോമൻസ് ആണ്. ഇതാ കണ്ടില്ലേ, 15 ലക്ഷത്തിന് മേളിലുള്ള AnTuTu സ്കോർ ആണ് കിട്ടുന്നത്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പവർഫുൾ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലും ഇതേ സ്കോർ ആയിരുന്നു, 15 lakhsന്റെ. V30 Proയിൽ ഏകദേശം 9 lakhന്റെ AnTuTu സ്കോർ ആയിരുന്നു. സോ നമ്മൾ നോർമലി ഈ ഓഫ്ലൈൻ സെൻട്രിക് ഫോൺസിൽ ഇത്രയും വലിയൊരു പെർഫോമൻസ് ജമ്പ് പ്രതീക്ഷിക്കാറില്ല. സോ ഗുഡ് ജോബ് വിവോ. നമ്മൾ ഒരു ആപ്പിൽ നിന്ന് മറ്റേ ആപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യുമ്പോഴും സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഞാൻ ഈവൻ BGM ആസ്ഫാൾട്ട് കളിച്ച് നോക്കിയിരുന്നു. സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ഫോൺ ആയതുകൊണ്ട് ഇതിനൊരു പ്രോപ്പർ ഗെയിമിംഗ് ഫോൺ എന്ന് വിളിക്കാൻ പറ്റൂല. പക്ഷേ ഹെവി ഗെയിംസ് ഇട്ട് കൊടുത്താലും നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നല്ല ഗ്രാഫിക് സെറ്റിംഗ്സിൽ കളിക്കാനും കഴിയുന്നുണ്ട്. ഇതിനുള്ള മെയിൻ കാരണമാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന MediaTekന്റെ Dimensity 9200+ ചിപ്സെറ്റ്. സോ ഞാൻ ഈ ഫോണിന്റെ ക്യാമറ വെച്ച് എല്ലാ കണ്ടീഷൻസിലും, ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ്, സൈഡിൽ നിന്ന് ലൈറ്റ്, ബാക്കിൽ നിന്ന് ലൈറ്റ്, എല്ലാ കണ്ടീഷൻസിലും ഫോട്ടോ എടുത്ത് നോക്കിയിരുന്നു. ബാക്കി ഫ്ലവർ ആണെങ്കിലും സീനറി, ബിൽഡിംഗ് എല്ലാത്തിന്റെ ഫോട്ടോസ് എടുത്ത് നോക്കിയിരുന്നു. 50+50+50 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് തന്നിരിക്കുന്നത്. മെയിൻ ക്യാമറയുടെ സെൻസറിൽ ചെറിയൊരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. ഇതിന്റെ അപ്പർച്ചർ f/2 ആയതുകൊണ്ട് ലൈറ്റ് ഒക്കെ നല്ലോണം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ആൻഡ് കളർഫുൾ സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് ആണ് കിട്ടുന്നത്. അറിയാലോ, വിവോയുടെ ഒരു സ്റ്റൈൽ ഉണ്ട്, ഒരു ക്യാമറ ഫോട്ടോഗ്രാഫി സ്റ്റൈൽ ഉണ്ട്. എക്സാക്ട്ലി ആ സെയിം സ്റ്റൈലാണ് ഇവിടെയും വന്നിരിക്കുന്നത്. നല്ല ഫോട്ടോസ് ആണ് കിട്ടുന്നത്. ഞാൻ ഈവൻ കട്ട ഇരുട്ടിലും നല്ല ഇരുട്ടിലും ഫോട്ടോസ് എടുത്ത് നോക്കിയിരുന്നു. ഇതിന്റെ ബാക്കിൽ ഈ കാണുന്ന ഓറ ലൈറ്റ് ഉള്ളത് കൊണ്ട് ഇരുട്ടിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. 50 മെഗാപിക്സലിന്റെ അൾട്രാവൈഡ് ക്യാമറ നല്ല കളർഫുൾ ആൻഡ് ഡീറ്റെയിൽസ് ഉള്ള ഫോട്ടോസ് ആണ് ക്യാപ്ചർ ചെയ്ത് തരുന്നത്. പിന്നെ സയസിന്റെ മൾട്ടി ഫോക്കൽ പോർട്രേറ്റ് ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പേര് കേട്ട് പേടിക്കേണ്ട. ബേസിക്കലി നമുക്ക് മൾട്ടിപ്പിൾ സൂമിൽ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഇതാണ് 24mm, 35mm, 50mm, 85mm ആൻഡ് 100mm സൂം പോർട്രേറ്റ് ഫോട്ടോസ്. പിന്നെ നമ്മൾ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ ബാക്കിൽ ഈ ബൊക്കെയൊക്കെ വരുമല്ലോ, അവിടെ ലൈറ്റ് ഒക്കെ ഇങ്ങനെ മിന്നി കിടക്കും. അതിന്റെ ഷേപ്പും സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഈ കാണുന്ന സൈസ് സ്റ്റൈൽ ബൊക്കെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സിനിമാറ്റിക് മോഡിൽ എടുക്കുമ്പോൾ ബൊക്കെ ലൈറ്റ് ഓവൽ ഷേപ്പ് ആവും. ബയോട്ടാർ ഓപ്ഷൻ എടുക്കുമ്പോൾ കണ്ടില്ലേ, കറങ്ങുന്ന ബാക്ക്ഗ്രൗണ്ടിന്റെ ഫീൽ ആണ് കിട്ടുന്നത്. ഈ ഡിസ്റ്റഗൺ സ്റ്റൈലിൽ ബൊക്കെ ലൈറ്റ് ഹെക്സഗൺ ഷേപ്പ് ആവും. ഈ സോണാർ സ്റ്റൈലിൽ ക്രീമി ബാക്ക്ഗ്രൗണ്ട് ആണ് കിട്ടുന്നത്. പിന്നെ സിനി ഫ്ലെയർ യൂസ് ചെയ്താൽ ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ സൺഫ്ലെയർ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എക്സലന്റ് സെൽഫി ക്യാമറ ഫോട്ടോഗ്രാഫി പെർഫോമൻസ് ആണ് കിട്ടുന്നത്. കണ്ടില്ലേ, സ്കിൻ ടോൺ ആണെങ്കിലും കട്ട് ഔട്ട് ആണെങ്കിലും ഓവറോൾ കളേഴ്സ് ഒക്കെ ആണെങ്കിലും
ആണെങ്കിലും നല്ല എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ല സോഷ്യൽ മീഡിയ റെഡി സെൽഫി ഫോട്ടോസ് ആണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സെൽഫി ക്യാമറ വെച്ചതായിട്ടില്ല, നോർമൽ സൂം, പിന്നെ കുറച്ചുകൂടി വൈഡ് ആയിട്ട് ആൻഡ് ഈവൻ 2x സൂമിലും സെൽഫി ഫോട്ടോസ് എടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള 4K at 60 FPS വീഡിയോ ആണ് എൻ്റെ മെയിൻ ക്യാമറ എടുത്തു തരുന്നത്. എനിക്ക് തോന്നുന്നു ഇത്തവണ വീഡിയോ പെർഫോമൻസിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ 4K 60 FPS മെയിൻ ക്യാമറ വെച്ച് മാത്രമല്ല, ഈവൻ ദാ കണ്ടില്ലേ സെൽഫി ക്യാമറ വെച്ച് നമുക്ക് വേണമെങ്കിൽ 4K 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വെരി വെരി നൈസ്. പിന്നെ ഈ സിനിമാറ്റിക് വീഡിയോ ഓപ്ഷൻ ഉണ്ട്, അതായത് ബൊക്കെ വീഡിയോ ഉണ്ടല്ലോ, പോർട്രേറ്റ് വീഡിയോ, അത് സിനിമാറ്റിക് ആസ്പെക്ട് റേഷ്യോയിൽ എടുത്തു തരും. അതാണ് ബേസിക്കലി സിനിമാറ്റിക് വീഡിയോ മോഡ്. ഒരാളിനെ അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിനെ ഇറേസ് ചെയ്യാൻ വേണ്ടിയുള്ള AI ഇറേസർ ടൂളും ഇവിടെ വരുന്നുണ്ട്. V40യുടെ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോഴും ഏകദേശം സെയിം കാര്യങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. ഈ V40യും IP68 സർട്ടിഫൈഡ് ആണ്. ഇതിലും ആ മെറ്റൽ റിംഗ് ഉണ്ട്. ഇതിന്റെ കോർണേഴ്സിലും റീഇൻഫോഴ്സ്ഡ് അലൂമിനിയം ഉള്ളതുകൊണ്ട് ഇതും ഡ്രോപ്പ് റെസിസ്റ്റന്റ് ആണ്. ഈ കാണുന്ന അഡീഷണൽ ലോട്ടസ് പർപ്പിൾ കളർ ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. V40 പ്രോയുമായി വളരെ സാമ്യമുള്ള ഒരു ബിൽഡ് ആൻഡ് ഡിസൈൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇൻ ഹാൻഡ് ഫീലും ഏകദേശം സെയിം ആണ്. ഇതും ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിം ആണ്. സെയിം ഓവൽ ഷേപ്പിലുള്ള വലിയ ക്യാമറ മോഡൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതിലും 5500 mAh ബാറ്ററി വിത്ത് 80 വാട്ടിന്റെ ചാർജർ വരുന്നുണ്ട്. സെയിം ഡുവൽ നാനോ സിം സ്ലോട്ട് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. വളരെ സിമിലർ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ് ഇവിടെയും കിട്ടുന്നത്. എക്സാക്ട്ലി സെയിം മിനിമം ബെസൽസ് ഉള്ള 120 Hz കർവ്ഡ് ആമുലേഡ് ഡിസ്പ്ലേ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയും നമുക്ക് യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും ഒക്കെ HDR വീഡിയോസ് കാണാൻ പറ്റും. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് തന്നിരിക്കുന്നത്. സോ നല്ല മൂവി വാച്ചിങ് എക്സ്പീരിയൻസ് ഇവിടെയും കിട്ടുന്നുണ്ട്. 4500 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സോ ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ലോണം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. V40 Pro പോലെ അത്രയും പവർഫുൾ അല്ലെങ്കിലും ഡേ ടു ഡേ നോർമൽ യൂസിൽ ഞാൻ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്തില്ല. പിന്നെ കാഷ്വൽ ഗെയിമിംഗ് ഒക്കെ ഇവിടെയും ചെയ്യാൻ പറ്റും. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ഇത്തവണ വന്നിരിക്കുന്ന V40യുടെ ക്യാമറയിൽ വന്നിരിക്കുന്ന വലിയ അപ്ഗ്രേഡ് സൈസുമായുള്ള കൊളാബറേഷൻ ആണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ കണ്ട V40 Proയിലുള്ള എക്സാക്ട്ലി സെയിം മെയിൻ ക്യാമറ ആൻഡ് അൾട്രാവൈഡ് ക്യാമറയാണ് ഇവിടെ വരുന്നത്. അവിടെയുള്ള ടെലിഫോട്ടോ ക്യാമറ ഇവിടെ വരുന്നില്ല. ഓവറോൾ പെർഫോമൻസ് നല്ലതാണ്. അതായത് വിവോയുടെ ആ ഒരു ക്യാമറ പെർഫോമൻസ് ഇവിടെയും കിട്ടുന്നുണ്ട്. എന്നോട് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞ് ഞാൻ V40 Pro സെലക്ട് ചെയ്യും. കാരണം അവിടെ എക്സ്ട്രാ ടെലിഫോട്ടോ ക്യാമറ ഉണ്ട്. സ്റ്റിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന മെയിൻ ക്യാമറ ആൻഡ് അൾട്രാവൈഡ് വെച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു നല്ല ഐ പ്ലീസിംഗ് സോഷ്യൽ മീഡിയ റെഡി കളർഫുൾ വൈബ്രന്റ് ഫോട്ടോസ് ആണ് ഈ ഫോണും തരുന്നത്. ഇതിന്റെ ബാക്കിലും ഓറ ലൈറ്റ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇരുട്ടിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. 24mm 35mm ആൻഡ് 50mm വരെയുള്ള സൂമിൽ നിങ്ങൾക്ക് പോർട്രേറ്റ് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് ബൊക്കെയൊക്കെ മാറ്റി തരുന്ന സൈസിന്റെ ഫിൽറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാ ഫിൽറ്റേഴ്സും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഞാൻ ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് നോക്കിയിരുന്നു, റിസൾട്ട് കാണിച്ചു തരാം. നല്ലതാണ്. V40 Proയിലുള്ള സെയിം സെൽഫി ക്യാമറയാണ് ഇവിടെയും വരുന്നത്. നല്ല പഞ്ചി കളേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ റെഡി സെൽഫി ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. ഈവൻ പോർട്രേറ്റ് സെൽഫീസിലുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഒക്കെ നൈസ് ആണ്. ഇതിന്റെ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ വെച്ച് നിങ്ങൾക്ക് മാക്സിമം 4K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാം. സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. V40 Proയിൽ കണ്ട AI ഇറേസർ ടൂൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. V40 Proന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 49,999 രൂപ. V40യുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 34,999 രൂപ. ഈ രണ്ട് ഫോൺസിലും നിങ്ങൾക്ക് 10% ബാങ്ക് ഡിസ്കൗണ്ട് കിട്ടും. പ്ലസ് 6 മാസത്തെ ഫ്രീ ആക്സിഡന്റൽ ഡാമേജ് കവറേജ് ഒക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ ഫോൺ താഴെ ഇടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക. പ്രീ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. രണ്ട് ഫോൺസിന്റെയും സെയിൽ സ്റ്റാർട്ടിംഗ് ഡേറ്റ്സ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, ചെക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇന്നേ വരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും പവർഫുൾ V സീരീസ് ഫോൺ വേണമെങ്കിൽ ഈ V40 Pro നോക്കാം. അതിനോടൊപ്പം തന്നെ ടെലിഫോട്ടോ ക്യാമറ വരുന്നുണ്ട്. 4K 60 FPS ഫ്രണ്ടും ബാക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ ഈ പറഞ്ഞ എക്സ്ട്രാ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ V40 Pro നോക്കിക്കോ. അതല്ല നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ്, എന്നാലും നിങ്ങൾക്ക് നല്ല ക്യാമറ പെർഫോമൻസ് വേണം, കാഷ്വൽ യൂസ് കാഷ്വൽ ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഫോണാണ് നോക്കുന്നത്, സെയിം ബാറ്ററി ബാക്കപ്പ് അതേ ചാർജിങ് സ്പീഡൊക്കെ ഇവിടെയും കിട്ടുന്നുണ്ട്. സോ ആ കേസിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ Vivo V40 നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോണിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.